ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് പരിചയപ്പെടുത്തുന്നത് ഒരു സ്പെഷ്യൽ ഒരു ഐറ്റാണ്. കാർ സ്റ്റെബിലൈസർ പ്രോ എന്നാണ് ഇതിനെ പറയാ. ഇത് നമ്മൾ ഷോക്ക് അബ്സർവറിന്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു ഐറ്റാണ്. ഇതിന്റെ പ്രത്യേകത വണ്ടിയുടെ കിടുക്കം കാര്യങ്ങളും കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റാണ്. ഇതാണ് ഈ ഐറ്റം. ഒരു റബ്ബറിന്റെ ഒരു ഐറ്റാണ്. ഇതിന് 3 വർഷം വാറണ്ടി ഉണ്ട്. ഇത് ശരിക്കും നമ്മുടെ സ്റ്റെബിലൈസർ പ്രോ, കാർ സ്റ്റെബിലൈസർ പ്രോ എന്നാണ് പറയുന്നത്. കാറിന്റെ നമ്മുടെ ഷോക്ക് അബ്സർവറിന്റെ ഉള്ളില് അതിന്റെ സ്പ്രിങ് വരുന്നുണ്ടല്ലോ, ഷോക്ക് അബ്സർവറിന്റെ സ്പ്രിങ്ങിന്റെ ഇടയിലേക്കാണ് അത് കണക്ട് ചെയ്യുന്നത്. അത് ഓരോ വണ്ടികൾക്കും സ്പെഷ്യൽ ആയിട്ടുള്ള അളവാണ്. ഇത് രണ്ട് സൈസാണ്. വീതിയിൽ മാറ്റം ഉണ്ടാവും, റൗണ്ട് അല്ല, വീതിയിൽ മാറ്റം ഉണ്ടായിരിക്കും. അപ്പോ ഒരു സൈഡിലേക്ക് ഒരു ഐറ്റം, മറ്റേ സൈഡിലേക്ക് ഒരേറ്റം, അങ്ങനെ 4ലേക്ക് നമ്മൾ ഈ സാധനം കടത്തിയിടണം. ഇത്തിരി ടൈറ്റ് ഉണ്ടാവും, കടത്തിയിടാനായിട്ട് കുറച്ച് ടൈറ്റ് ഉണ്ട്, ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് 3 വർഷം വരെ വാറണ്ടി ഉണ്ട്. വണ്ടിയിൽ നമ്മൾ ഓടിക്കുന്ന വണ്ടിയിലുള്ള ചെറിയ ചെറിയ കിടുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒഴിവായി കിട്ടും. ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്. ഹോണ്ട അമൈസ് എന്ന് പറഞ്ഞൊരു വണ്ടിയിലാണ് നമ്മൾ ഈ കാർ സ്റ്റെബിലൈസർ പ്രോ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓടിക്കും, അത് ഫിറ്റ് ചെയ്തതിനു ശേഷം ഓടിക്കുന്നവരുടെ അഭിപ്രായം, വളരെ നല്ലൊരു അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു 10,000 രൂപ ഇതിന് റേറ്റ് വരും. അത് ചിലതിന് ചിലപ്പോൾ ഇത്തിരി കുറയാം, ചിലപ്പോൾ ഇത്തിരി കൂടാം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ അളവിനനുസരിച്ച് റേറ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ആദ്യം തന്നെ വണ്ടി കൊണ്ടുവന്ന് വണ്ടിയുടെ ഷോക്ക് അബ്സർവറിന്റെ സ്പ്രിങ് ഉണ്ടല്ലോ, ആ സ്പ്രിങ്ങിന്റെ അളവ് നമ്മൾ എടുക്കണം. ഈ അളവ് എടുത്തിട്ട് വേണം നമ്മളിത് ഓർഡർ കൊടുക്കാനായിട്ട്. എല്ലാ വണ്ടികളിലും മാറ്റം ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം നമ്മൾ വന്നത് ഇപ്പോൾ അതിന്റെ ഫിറ്റിങ്സാണ് അവിടെ കാണിക്കുന്നത്. വണ്ടി നമ്മൾ പൊന്തിച്ച് വെച്ച് കഴിഞ്ഞ് കറക്റ്റായിട്ട് വണ്ടി പൊന്തിച്ച് അത് നമ്മുടെ ജാക്കിൽ വെച്ച് പൊന്തിക്കണം കേട്ടോ. അതിനുശേഷം വേണം ഇത് ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ സ്പ്രിങ്ങിന്റെ ഇടയിലേക്കാണ് നമ്മളിത് കയറ്റിയിടുക. അപ്പോൾ ചില വണ്ടികൾക്ക് ഇപ്പോൾ ഇയോണിലൊക്കെ ഫിറ്റ് ചെയ്യണത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇയോണിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ട്, ഇയോണിലൊക്കെ ഫിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ ടയർ ഊരണം, അന്നേരം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കൈ കടക്കുള്ളൂ. ഇങ്ങനെയാണ് അതിന്റെ ഫിറ്റിങ്സ് വരുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം. അപ്പോൾ വണ്ടി നമ്മൾ ഒരുവിധം കുഴികളിലൊക്കെ വീണാൽ നമുക്ക് യാതൊരു വണ്ടിക്കോ അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലേക്കോ ഭയങ്കര കിടുക്കം ഫീൽ ചെയ്യില്ല. നല്ലൊരു ഷോക്കപ്പ് ഉള്ള പോലെ തന്നെ നമുക്ക് നല്ലൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ ഇത് ഉപയോഗിച്ചവരൊക്കെ ഇതിന് നല്ലൊരു അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 3 വർഷം നമുക്ക് ഇതിന് വാറണ്ടി ഉണ്ട്. ഇത് നമ്മൾ ജാക്കി വെച്ച് പൊന്തിച്ചിട്ട് വേണം ഇടാനായിട്ട്. അളവെടുക്കുമ്പോഴും ജാക്കി വെച്ചിട്ട് പൊന്തിക്കണം. ജാക്കി വെച്ച് പൊന്തിച്ചിട്ട് വേണം ഇതിന്റെ അളവെടുക്കാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഷോക്ക് അബ്സർവർ ശരിക്കും ഫ്രീ ആയിട്ട് വന്നാലാണ് നമുക്ക് അതിന്റെ അളവ് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ വണ്ടി ശരിക്കും ലോഡ് ചെയ്ത് നിൽക്കണമെങ്കിൽ, ഏത് ജാക്കില്ലാണ്ട് ലോഡ് ചെയ്ത് നിൽക്കണമെങ്കിൽ അളവ് മാറ്റം ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്യാപ്പ് കുറവായിരിക്കും, സ്പ്രിങ്ങിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് കുറവായിരിക്കും. ഇതിപ്പോ കറക്റ്റ് ഇതിലേക്ക് കടത്തിയിട്ടു. ഇത് വണ്ടി ഓടിക്കുമ്പോൾ നല്ല ഫീലിംഗ് ആണ്. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് പല വണ്ടികളും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എനിക്ക് തോന്നുന്നു വളരെയധികം നാള്, വെച്ച് കഴിഞ്ഞാൽ ഒരു 1-2 കൊല്ലം മുമ്പാണ്ട് ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ബാക്കിലത്തെ നമ്മുടെ ഫിറ്റിങ്സും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ആ സ്പ്രിങ്ങിന്റെ സെന്ററിലായിട്ടാണ് നമ്മളത് ഫിറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫിറ്റിങ്സിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് ടൈറ്റ് ഉണ്ട് കയറാനായിട്ട്. അപ്പൊ നമ്മളത് ഷോക്കപ്പ് മറ്റേ ജാക്കി വെച്ച് പൊന്തിച്ചിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് ടൈം എഴുതിയിട്ടുണ്ടാവും, കാർ സ്റ്റെബിലൈസർ പ്രോ എന്നുള്ളത് കറക്റ്റ് എഴുതിയിട്ടുണ്ട്. 3 വർഷം നമുക്ക് വാറണ്ടി ഉണ്ട്. പൊട്ടേ അല്ലെങ്കിൽ പൊടിഞ്ഞു പോവുക അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും നമുക്ക് ഇത് വരുന്നില്ല. വണ്ടി ഓടിക്കുമ്പോൾ നല്ലൊരു മാറ്റം അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ മെയിൻ റോഡുകളൊന്നും വലിയ കുഴപ്പമില്ല, എന്നാലും കുറെ റോഡുകളൊക്കെ വളരെ മോശോചനീയ അവസ്ഥയാണ്. കുഴിയും കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് മഴ ടൈം കൂടിയാവുമ്പോൾ പെട്ടെന്നാണ് കുഴികൾ രൂപപ്പെടണേ. അപ്പോ ഇതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു തന്നു. നമുക്ക് 4 ഇതിലും നമ്മൾ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നല്ലൊരു ഓടിക്കുമ്പോൾ അതിന്റെ ഒരു മാറ്റം നമ്മളിത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ മാറ്റം അറിയാൻ പറ്റും. പുതിയൊരാള് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വണ്ടിയിൽ കയറി യാത്ര ചെയ്ത് ഫിറ്റ് ചെയ്യേണ്ടതിന് മുമ്പ്, അതിനുശേഷം ഇത് ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കറക്റ്റ് അതിന്റെ ഫീലിംഗ് നമുക്ക് കിട്ടും. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ വണ്ടി കൊണ്ടുവന്ന് അളവെടുത്തതിന് ശേഷം ഇത് ഓർഡർ കൊടുക്കാൻ പറ്റുള്ളൂ. വണ്ടിയുടെ പേരോ അല്ലെങ്കിൽ കൊല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറ്റില്ല. അപ്പൊ ഓക്കെ, ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.